കർമ്മങ്ങൾക്ക് വിഘ്നം നിൽക്കരുത്. ഇവൾ എന്റെ ഭാര്യ. ഇവക്ക് എന്ത് കർമ്മം വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നിന്നെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് ദുരാത്മാവാ. ഇല്ല ഉണ്ണി, ഈ കർമ്മം നടത്തിയേ പറ്റൂ. തടസ്സം നിൽക്കരുത്. താ പോടോ. അവനെ മുറിയിട്ട് കൂട്ടുക. അച്ഛ അവളെ തല്ലരുത്. എന്റെ ഗംഗ ഒന്നും ചെയ്യരുത്. വിടോ. നിന്നെ ദ്രോഹിച്ചവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവരെ ശല്യം ചെയ്യാൻ ഒഴിഞ്ഞു പോവാ. ഇവരെ ബന്ധിക്കുക. എല്ലാരും കൂടെ എന്തായി കാണിക്കുന്നത്? നിന്നെ പറഞ്ഞേക്കാൻ നമുക്കറിയാം. അതിനുമുമ്പ് നിന്നെ ഞാൻ പറഞ്ഞേക്കും. നീ പ്രവേശിച്ചിരിക്കുന്ന ഈ ശരീരം ഞാൻ കത്തിച്ച് ചാമ്പലാക്കാൻ പോവാ. പണ്ട് നിന്നെ ജീവനോടെ ചുട്ടരിച്ചതുപോലെ. ഒഴിയുന്നുണ്ടോ നീയെ? നീ ഒഴിപ്പിക്കോ? നീ എന്നെ ഒഴിപ്പിക്കോന്ന്? ഓം കാളി ശക്തി ദുർഗായ നമഃ.
പറഞ്ഞേക്കരുത്. ഓം ക്ലീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി. വല്ല മന്ത്രവാദികളുടെ വാക്കാണ് അവിടെ മുദ്രവെക്കുന്നത്. എന്നെ പറഞ്ഞേക്കരുത്. എന്റെ മായ ഒന്ന് ചെയ്യരുത്. ഇനി പേടിക്കാനൊന്നുമില്ല. നൗ ഷീസ് നോർമൽ. ജെയിംസ് ഏട്ടാ. അപ്പച്ചാ. മായേ, ദേ നോക്കി. മുത്തശ്ശി, കൃഷ്ണേട്ടൻ, അമ്മാവൻ, ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. ഇവരൊക്കെ ആരാ ജെയിംസ് ഏട്ടാ? മായേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണിയാ. ഉണ്ണിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മായയല്ല ഡെയ്സിയാണെന്ന്. ഡെയ്സി, ഇത് ചതിയാ. നിങ്ങൾ എല്ലാരും കൂടെ മന്ത്രവാദവും കൂടോത്രം ചെയ്ത് എന്റെ മായയുടെ സമനില തെറ്റിച്ചതാ. മോനെ, എന്റെ മായ ഈ അവസ്ഥയിലാക്കിയപ്പോ തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? മായേ, ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. എല്ലാം കള്ളോ. നീ എന്റെയാ, എന്റെ പാത്രം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഉണ്ണി, ഞാൻ പറയുന്ന ഞാനൊന്നും പറയണ്ടോ. എന്റെ മായയെ തട്ടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൊല്ലു നിന്നെ ഞാൻ. ഉണ്ണി, വേണ്ട. ഇങ്ങോട്ട് മാറ്. എന്താ ഇതൊക്കെ? മോൾ ഇതൊന്നും അറിയണ്ട, റെസ്റ്റ് ചെയ്തോളൂ. അതല്ല, ഡെയ്സി എല്ലാം അറിയണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയില്ലേ? എന്തിനാ എന്റെ കുട്ടിയെ വീണ്ടും അന്വേഷിക്കണേ? നിങ്ങൾക്കറിയോ, അവനിപ്പോ ആരോടും ഒന്നും ഉരിയാടാറില്ല, ഭക്ഷണവും ഇല്ല. തകർന്നു പോയി എന്റെ കുട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ തിരിച്ചു കിട്ടിയില്ലേ? കഴിഞ്ഞതൊക്കെ അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുക. കോലത്തെ ശാപങ്ങളൊക്കെ തീർന്നിരിക്കുക. ഞങ്ങളുടെ ഉണ്ണിക്ക് ഞങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം. ഈ നിൽക്കുന്ന ഉണ്ണി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഡേസി വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ശരി തന്നെ. പക്ഷേ ഉണ്ണിക്ക് ഡേസിയോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ ബാക്കിയെല്ലാം നിസ്സാരമാണ്. കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡേസിക്കും അത് ബോധ്യമായി. ഇനി മുതൽ അവൾ ഡേസിയല്ല, ഈ കോലോത്ത ഉണ്ണിയുടെ, നിങ്ങളുടെ മായ. മായേ, പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഈ കോലത്ത് ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുകയാ. അതെ, ഉണ്ണി ഒരു അച്ഛനാകാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. മോളെ, കുഞ്ഞുകാവു, എന്താ ഇത്? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഉണ്ണിക്ക് മായയായി, കൃഷ്ണന് കൊച്ചുറേസിയായി, 46 വയസ്സ് കഴിഞ്ഞിട്ട് മോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കണ ആ പാവം രാമന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? ഉവേ,
എന്റെ കാര്യം ശരിയാക്കിടോ എടാ, നിന്നെ ഞാൻ അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആഹാ